ഉരുൾപൊട്ടത്തിൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞത് 331 പേർക്ക്. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുണ്ടക്കയും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. സൈന്യം, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലും തെരച്ചിൽ തുടരുകയാണ്. പന്തിരാങ്കാവ്, ബേപ്പൂർ മേഖലകളിലും പരിശോധന നടക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നും ചാലിയാറിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. അതിനിടെ ചൂരൽമലയ്ക്ക് സമീപം പടവെട്ടി കുന്നിൽ ഒറ്റപ്പെട്ടുപോയ 4 പേരെ രക്ഷപ്പെടുത്തി. പുറത്തേക്കിറങ്ങാൻ കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെയാണ് സൈന്യം രക്ഷിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, 4ാം ദിനം ഈ രക്ഷാദൌത്യം നമുക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാം. എങ്ങനെയാണ് ഇന്ന് തെരച്ചിൽ നടന്നത്? ബെയിലി പാലം പൂർത്തിയായതോടുകൂടി കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും സോണുകളായി തിരിച്ചും അവിടെ പ്രത്യേക സംഘം എത്തിയും ഒക്കെയുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നത്. അത് എത്രമാത്രം ഫലപ്രദമായിരുന്നു? ഇനി എത്ര നേരം കൂടി ഇന്നത്തെ തെരച്ചിൽ തുടരും? നേരത്തെ തന്നെ പല സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം സർവ്വ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തുമെന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനനുസരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഇന്നിപ്പോൾ ഈ സമയം ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിധിയിലാണ്, മേഖലയിലാണ്. അവിടെ നമ്മൾ രാവിലെ കണ്ടതാണ് വലിയ വൻമരങ്ങളൊക്കെ തന്നെ അടിഞ്ഞുകൂടി ഒരു മേഖല ഒന്നാകെ മൂടിക്കിടക്കുന്ന കാഴ്ച. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏറ്റവും അധികം മണ്ണ് കൂടുതലായി വന്ന ഈ അടിഞ്ഞുകൂടിയ മേഖലയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിൽ ഇപ്പോൾ ഏകദേശം ഭാഗികമായിട്ട് തന്നെ നിർത്തിയ അവസ്ഥയിലാണ്. വിവിധ സേനാംഗങ്ങൾ അവരുടെ ഇന്നത്തെ തെരച്ചിൽ പൂർത്തിയാക്കി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. വളരെ ദുഷ്കരമായിരുന്നു ഈ ഒരു മേഖലയിലെ തെരച്ചിൽ. കാരണം ചവിട്ടുമ്പോൾ വളരെ ആഴത്തിൽ പൂന്തി പോകുന്ന തരത്തിലേക്ക് വശ്യമായുള്ള മണ്ണായിരുന്നു ഈ ഒരു മേഖലയിലൊക്കെ ഉള്ളത്. അത് വലിയ തോതിൽ തന്നെ ഈ ഒരു തെരച്ചിലിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരച്ചിൽ പൂർത്തിയാക്കി വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഇവിടെ നമുക്ക് എന്താണ് ഇന്നത്തെ കഴിഞ്ഞോ? ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ച് സൂചിപ്പാറൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ അതുവരെ പോയിട്ടുണ്ട്. വേറെ റെസ്ക്യൂ ടീമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഇറ്റാച്ചി അവിടെ ഒരു താഴെ വരെ വന്ന് ഈ റോഡിൻ്റെ ലാസ്റ്റ് എൻഡ് അവിടുന്ന് അങ്ങോട്ട് ഇതുപോലെ ഒരു ഇതായി കിടക്കുന്ന സ്ഥലമുണ്ട്. ആ ചതുപ്പായി കിടക്കുന്ന പോയ ഗതി മാറിയിട്ട് അവർ തുരുത്ത് അടിച്ച് അങ്ങോട്ട് പോയതാണ്. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുറച്ച് മൃതദേഹങ്ങൾ ഒന്നായിട്ട് വന്നില്ല, അതുപോലുള്ള സ്ഥലമാണ്. പക്ഷെ ഒരുപാട് മണ്ണ് വന്ന് അടഞ്ഞിട്ടുണ്ട്. അവിടെ ഇറ്റാച്ചി അല്ലാതെ മാൻ പവർ കൊണ്ട് ഒന്നും കഴിയില്ല. കുറഞ്ഞ ഈ മരങ്ങളൊക്കെ മാറ്റിയിടാനേ പറ്റുള്ളൂ. കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അതിലേറെയൊക്കെ അവിടെ ചളിയാണ്, ഇറങ്ങാൻ കഴിയില്ല. മാക്സിമം ഇറങ്ങി നോക്കി, പക്ഷെ എങ്കിലും അത് നമുക്ക് പോസിബിൾ അല്ല. ഈ മേഖലയിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയിട്ടല്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫുള്ള് അവിടെ താഴേക്ക് ഇനി സൂചിപ്പാറിന്റെ താഴേക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ ഉള്ളത് നാളെ ഇറങ്ങാന്നുള്ളതാണ്. വളരെ റിസ്ക് ഉള്ള ഒരു മേഖലയല്ലേ? നല്ല റിസ്ക് ഉള്ളതാണ് അത്. അപ്പം പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണ്ടപ്പെട്ടവരെ അധികൃതരെ അറിയിച്ച് അവര് ഒരാളെ വിട്ടു തന്നിട്ട് അങ്ങനെ പോവാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ പുഴ ഇറ്റാച്ചി പുഴ അക്കരെ കടന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ തരണം. ഞങ്ങൾ ഇപ്പോൾ നിലവിൽ 12 പേരാണ്. 12 പേര് മേലൊക്കെ കയറിയിട്ടുള്ളത്. ഇതുപോലെ ഓരോ 12-20 ആള് ഉള്ള ടീമുകളെ ഒന്നും തെരഞ്ഞുകൊണ്ട് അവിടെ ഒരു കാര്യമില്ല. എങ്ങനെയായാലും യന്ത്രവൽക്കരണം. രാവിലെ ഞാൻ കാണുന്നത് ഈ ഹിറ്റാച്ചിയൊക്കെ അവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം വലിയ മരങ്ങളാണ് ഇവിടെ. ആ മരങ്ങൾ അതാണ് പറഞ്ഞത്. ഇവിടെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ല. എന്തായാലും അവിടെ എത്തിപ്പെട്ട് അവർക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല. കാരണം അവിടെ പറഞ്ഞില്ലേ, പശുക്കളുണ്ട്, ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ആ ഭാഗത്ത് വന്ന് അടഞ്ഞു കിടക്കുക. ജനവാതിലുകൾ, കട്ടില്, കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളും. അപ്പോൾ എന്ത് തന്നെ ഇതായാലും വെള്ളം ഒന്ന് കുറഞ്ഞാലോ അല്ലെങ്കിൽ അതിന്റെ വെള്ളം കുറഞ്ഞ ഭാഗത്ത് കൂടി ഇപ്പൊ അപ്പുറത്തേക്ക് റെസ്ക്യൂ പ്രവർത്തകർക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മരം
മുറിച്ച് വിലങ്ങ ഇട്ടതാണ്. അതിലൂടെയാണ് ഇതിനേക്കാൾ വലിയ റിസ്ക് ഉള്ള സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. നിലമ്പൂർ വനത്തോട് ചേർന്നുള്ള ഭാഗങ്ങളാണല്ലോ. അതെ, അത് പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാര് അവർക്ക് അറിയുന്ന പോയാണ്. അത് ഇവർ ഈ ഓണം വിഷു ഇവിടെ ഉള്ള ആളുകളോടൊരു സംസാരിച്ചേക്കാണ് ഷെഫീഖാരൻ, അവരാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ ഓണം വിഷു പെരുന്നാളൊക്കെ വന്ന സമയത്ത് അവരിത് ഈ പുഴയിലൂടെ അങ്ങനെ നിലമ്പൂർ കരുളായി ആ ഭാഗത്ത് അവിടെ അവരോട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവര് ഇങ്ങോട്ട് മേഖല അറിയുന്നവരെ അവരെയും കൂട്ടിയിട്ട് നാളെ പോകാനാണ് പ്ലാൻ ഇട്ടിട്ടതല്ല. അപ്പൊ അവര് പറഞ്ഞ് എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് മരവിച്ച് നിൽക്കുന്ന അവരെ ഉറ്റവര് ബന്ധപ്പെട്ടവരൊക്കെ പോയിട്ട് അവർക്ക് എങ്ങനെയാലും കിട്ടിയിട്ട് ഇതൊന്ന് കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ്. വനംവകുപ്പും കൂടെ വരാന്ന് റിപ്പോർട്ടുണ്ട്. അപ്പൊ അന്ന് അവിടെ സാർമാരുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് ലാസ്റ്റ് ടീമാണ് ഞങ്ങള് എല്ലാവരും അവിടെ നിന്ന് കയറ്റിവിട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേണുക ഇവർ പങ്കുവച്ചത്. അതായത് ഈ ഒരു മേഖലയ്ക്ക് താഴേക്കാണ് ഈ ഒരു നദി ഒഴുകി പോകുന്നത്. അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനപ്പുറത്തേക്കാണ് ഈ നിലമ്പൂരിലുള്ള വഴി പോകുന്നത്. അപ്പോൾ അവിടെ തെരച്ചിൽ നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് നാളെ ഇവരടങ്ങുന്ന സംഘം അവിടെ പോയി തെരച്ചിൽ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിന് ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഒരു അറിയിപ്പ് വരേണ്ടതുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറയുന്നതാണ് ആ ഒരു മേഖലയിലെ തെരച്ചിലിൻ്റെ ആവശ്യകത. കാരണം ഇവിടെ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ശരീരങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചാലിയാറിൽ പൂർണ്ണമായും തെരച്ചിൽ നടത്തിയാൽ പോലും ചാലിയാർ ഒഴുകുന്ന വനത്തിനുള്ളിലെ മേഖലയിലാണ് ഇനി കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ട നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ഈ സന്നദ്ധ രക്ഷാപ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ഇന്ന് വൈകുന്നേരം ആയതോടെ ഇപ്പോൾ ഈ ഒരു മേഖലയിലെ തെരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. വിവിധ സേനാംഗങ്ങൾ തിരിച്ചു പോകുന്ന തിരക്കിലാണ്. ഒരു മൃതദേഹമാണ് ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ ഒരു സമഗ്രമായിട്ടുള്ള തെരച്ചിൽ അത് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് ഓരോ മേഖലയിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമേ ഇത് എത്രമാത്രം ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഫലപ്രദമാണെന്ന് പറയാനാകുകയുള്ളൂ. തീർച്ചയായും എന്തായാലും ഓരോ ദിവസത്തെയും സാഹചര്യം വിലയിരുത്തിയാണ് അധികൃതർ എങ്ങനെയാണ് തെരച്ചിലിന്റെ സ്വഭാവം മാറ്റേണ്ടത് എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മന്ത്രിതല ഉപസമിതിയാണ് ഈ സോണുകളായി തിരിച്ച് തെരച്ചിൽ നടത്താനും ചാലിയാറിൽ തെരച്ചിൽ ഊർജിതമാക്കാനുമുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ തന്നെ പറയുന്നു വനഭൂമിയുടെ ചാലിയാർ ഒഴുകുന്ന വനഭൂമിയിൽ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടുന്നതിന്റെ ആവശ്യകത അവർ ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും നാളത്തെ ദൌത്യം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, 4ാം ദിനം ഇപ്പോൾ അനുമോദം നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ രക്ഷാദൌത്യം അവസാനിപ്പിച്ച് ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചൂരൽമല കേന്ദ്രീകരിച്ച് ഇന്ന് എങ്ങനെയായിരുന്നു ദൌത്യം? പാലം പൂർത്തിയായതൊക്കെ വലിയ രീതിയിൽ ഈ ദൌത്യത്തെ സഹായിക്കുന്നുണ്ട്. കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്? നേരത്തെ തന്നെ അനീഷിന്റെ ഒരു റിപ്പോർട്ടിൽ കൂറ്റൻ പാറകളും മറ്റുമൊക്കെ എത്തി രക്ഷാപ്രവർത്തകർക്ക് എത്രമാത്രം ദുർഘടമാണ് അവരുടെ ദൌത്യം നിർവഹിക്കുന്നതിൽ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത്? രേണുക, ഇന്ന് ഏറ്റവും സജീവമായി തെരച്ചിൽ നടന്ന സ്ഥലങ്ങളിലൊന്ന് ചൂരൽമലയാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ബെയിലി പാലത്തിന് സമീപമുള്ള സ്ഥലമാണ്. ഇവിടുന്നും നേരെ മുന്നോട്ട് പോകുന്ന സ്കൂൾ പരിസരത്താണ് ഏറ്റവും പ്രധാനമായി തെരച്ചിൽ നടന്നത്. അതിനൊപ്പം മുന്നോട്ട് ഏതാണ്ട് ഒരു 10-300 മീറ്ററോളം ദൂരത്തിൽ ഒരുപാട് വീടുകൾ നിലനിന്ന ഇടങ്ങളായിരുന്നു. അവിടെ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നു. ബെയിലി പാലത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക വഴിയിലൂടെയാണ് ഈ JCBകളൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ആ ഇടത്തേക്ക് പോയത്. ഏതാണ്ട് 6 മൃതദേഹങ്ങൾ ഇന്ന് ഈ ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന JCBക്ക് അപ്പുറമുള്ള സ്ഥലങ്ങൾ, അവിടെ ആ പ്രവർത്തിക്കുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉള്ള സ്ഥലത്താണ് കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ഒപ്പം ഈ സമീപത്തുള്ള തേയിലത്തോട്ടങ്ങൾ അടക്കമുള്ള ഇടങ്ങളിലും തെരച്ചിൽ നടത്തി. എന്തായാലും ഉയർന്ന ഇടങ്ങളിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഈ തെരച്ചിൽ സംഘങ്ങൾ മടങ്ങി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം രാത്രി ആവുന്ന സമയം അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ കനത്ത മഴ അവിടങ്ങളിലൊക്കെ പെയ്യും, പുറത്തേക്കുള്ള വരവ് ദുഷ്കരമാവും. എന്തായാലും ഇന്ന് തെരച്ചിലിൽ പങ്കെടുത്ത ഏതാനും സന്നദ്ധ പ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്ന ആളുകൾ? ഞങ്ങളെല്ലാവരും മൂന്നാറിൽ മൂന്നാർ പെട്ടിമുടി അങ്ങനെ കുറെ ദുരന്തങ്ങളിൽ കൊരങ്ങണി തീപിടുത്തം അങ്ങനെയൊക്കെ എല്ലായിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ഇവിടെ വന്ന ആ ഒരു മെത്തേഡ് ഞങ്ങൾ യൂസ് ചെയ്ത കൂടുതലും ചതുപ്പ് നിറഞ്ഞ സാധനമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും കഴിയത്തില്ല. കുഴിച്ചു കുത്തി കമ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എത്തി. എന്നാലും അവിടെ ഫയർഫോഴ്സും ബാക്കിയുള്ളവർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. മെഷീൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
നമ്മൾ അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ ഇപ്പം 3-4 ദിവസമായല്ലോ, ഞങ്ങൾക്ക് പ്രാണികളൊക്കെ മൂവ്മെന്റോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തെരച്ചിൽ. പക്ഷെ വലിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയും വലിയ ബോൾഡർ റോക്കാണ്. ആരെങ്കിലും വിളിച്ചിട്ട് വന്നാണോ അതോ നിങ്ങൾ സ്വയമേധ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ? നമ്മള് ഈ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന കാരണം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അധികം ആളുകൾ മരിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇല്ല, അതെ. നമ്മൾ ബേസിക്കലി ഇവിടെ നമ്മൾ വന്നത് സേതുരാമൻ സാർ പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ 2000 തൊട്ട് തന്നെ സന്നദ്ധനും ഇതുപോലത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസിലുണ്ട്, സജീവമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മാനുവൽ സെർച്ചിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി മിഷനറിയാണ് കൂടുതലും നോക്കുന്നത്. ഇപ്പൊ എന്റെ കൊലീഗ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ട് പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ പോക്കറ്റുകളിൽ ബെഡ്ഷീറ്റ്സ് പോലത്തെ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അവിടെ ഈച്ചയുടെ വല്ല മൂവ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഒരു പെട്ടിമുടി തന്നെ നമ്മളൊരു 10-28 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെർച്ചിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം ഈ സൈഡുകളിൽ, അതായത് ഈ നമ്മുടെ കര സൈഡ് വിട്ടിട്ട് കുറച്ചും കൂടെ അകത്ത് ഒരു 2 മീറ്റേഴ്സ് 3 മീറ്റേഴ്സ് അകത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും ചതുപ്പാണത്. അപ്പൊ അതിന്റെ അകത്ത് കാല് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് ശരിക്കും വളരെ സേഫായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ റെസ്ക്യൂവിന് പോകുന്ന ആൾക്കാർക്ക് വരെ ചിലപ്പോൾ റിസ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടിമുടിയേക്കാൾ വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങളിലെ. പെട്ടിമുടി ഒരു മുകളിലുള്ള സ്ഥലത്ത് ഞാനും പെട്ടിമുടിയിൽ ഉണ്ടായിരുന്ന ദിവസം. അതെ, ഇത് ഏരിയ വലുതാണ്. അപ്പം അതുമല്ല, നമുക്ക് അത് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തും അത് വാട്ടർ ഫ്ലോ നോക്കി നമുക്ക് ചെറിയ പുഴയുമായിരുന്നു. ചെറിയ പുഴയും. ഇതങ്ങനെയല്ല, അത് അതിലും നമുക്ക് വിചാരിക്കുന്ന അധികം ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും? അല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവും. ഓൾമോസ്റ്റ് 28 ദിവസം നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു. അതായത് ഈവൻ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോലും നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഈ പെട്ടിമുടി ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് അവശിഷ്ടങ്ങൾ നമ്മളിപ്പോ ഗ്യാസ് സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ടയറിന്റെ ഭാഗങ്ങൾ കണ്ടത് 30 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. മാങ്കുളം കഴിഞ്ഞിട്ടൊക്കെയാണ്, മാങ്കുളം എസ്റ്റേറ്റ്, മാങ്കുളം വില്ലേജ് കഴിഞ്ഞിട്ട് റിവേഴ്സ് സൈഡിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുപോലെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് അതിനേക്കാൾ ദൂരെയാണ് കിട്ടിയത്. ഒരു വ്യാപ്തി ശരിക്കും എങ്ങനെ പറഞ്ഞാലും മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ കൂടുതൽ തന്നെയാണ് അതിന്റെ ഒരു വ്യാപ്തി. ഇതാണ് യഥാർത്ഥ ഹീറോകൾ. ശരിക്കും ഈ ഫോഴ്സുകൾ അവരുടെ ജോലിയുടെ ഭാഗമായി വരുമ്പോൾ പോലും സ്വന്തം ജീവനൊക്കെ പണയം വെച്ചാണ് ഇവർ ഇവിടെ മാത്രമല്ല നടക്കുന്ന സ്ഥലങ്ങളിലും. പെട്ടിമുടിയിലൊക്കെ വളരെ ഫലപ്രദമായി അവസാന തെരച്ചിൽ നടത്തിയ സംഘമാണ്. അവരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ പലരും ഇന്ന് ഏത് രീതിയിലൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് എന്നാണ് വിശദീകരിച്ചത്. പലയിടങ്ങളിലും ഇപ്പോഴും വാഹനങ്ങൾ, ഈ ഇത്തരം മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ചെന്നാൽ മാത്രം തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇത്തരം പ്രവർത്തനങ്ങളെ, യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ വലിയ തോതിൽ ഗുണകരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ കാര്യമായ തെരച്ചിൽ നടത്താൻ, കൈകൊണ്ട് മാത്രമേ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇന്നിവിടെ ഒരുപാട് മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യമായി തന്നെ ഇന്നിവിടെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നാളെയും കാര്യമായ ഒരു തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ചൂരൽമല കേന്ദ്രീകരിച്ച് ഇന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടന്നു. വലിയ പാറക്കല്ലുകളും മറ്റും ഒക്കെ പ്രതിസന്ധിയായെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അവിടെ നടന്നു. ഈ അനുഭവങ്ങൾ ദുരന്തമുഖത്ത് സഹായഹസ്തമാകുന്ന ദുരന്ത മേഖലയിൽ ഓടിയെത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വാക്കുകൾ പെട്ടിമുടിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ ആഘാതം എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കൊപ്പം ഷംന കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ചാലിയാർ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടന്നത്. ഇപ്പോഴും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർ സൂചിപ്പിക്കുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ച് തന്നെ ആണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കാണാനുള്ള സാധ്യത എന്നതാണ്. ചാലിയാർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഭാഗത്തൊക്കെ വേണം കൂടുതൽ തെരച്ചിൽ ഇനി നടക്കാൻ എന്ന കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നും ചാലിയാറിൽ നിന്ന് ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. ഷംന, എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിലിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക? സകല സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പല സോണുകളായി തിരിച്ച് ഇന്ന് ചാലിയാറിൽ തെരച്ചിൽ നടന്നത്. അതിന് എല്ലാ സേനാ വിഭാഗങ്ങളുടെയും സഹായം ഉറപ്പാക്കിയിരുന്നു. അത് എത്രമാത്രം ഫലം കണ്ടു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി എത്ര നേരം ഇന്നത്തെ തെരച്ചിൽ തുടരാൻ സാധ്യതയുണ്ട്?
രേണുക, തീർച്ചയായും ഇന്ന് രാത്രി വരെയും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് മഴ പെയ്തെങ്കിൽ പോലും നല്ല വെയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ പുഴയിലെ ജലനിരപ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ തിരച്ചിലിന് കുറച്ചും കൂടി അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമയം തിരച്ചിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ നേവിയും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നമ്മോട് പറഞ്ഞത്. ഇന്ന് പുഴയിൽ, ചാലിയാർ പുഴയിൽ ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ. ഇതിൽ ഓരോ 5 കിലോമീറ്റർ ഇടവിട്ടാണ് ഇപ്പോൾ തിരച്ചിലിനായി സംഘം ഇറങ്ങിയിരിക്കുന്നത്. നേവിയുണ്ട്, പോലീസുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, നാട്ടുകാരുണ്ട്, ഒപ്പം ഈ മുണ്ടേരി വനമേഖലയിലെ ആദിവാസികളുണ്ട്. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു പാലം തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആദിവാസികൾ ജങ്കാർ നിർമ്മിച്ച് അതുമായാണ് തിരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കൈപ്പിനി ഭാഗത്ത് നിന്നാണ് ആദ്യം മൃതദേഹം ലഭിക്കുന്നത്. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ഇതുവരെ 10-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ വനമേഖല പ്രത്യേകിച്ച് മുണ്ടേരി ഫാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ ആ വനത്തിനുള്ളിലോട്ട് വാഹനങ്ങൾക്ക് കടക്കാൻ കഴിയില്ല. കിലോമീറ്ററുകളോളം നടന്നു വേണം അങ്ങോട്ട് പോവാൻ. അപ്പോൾ അവിടെ നിന്നുള്ള തിരച്ചിൽ സംഘത്തിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം എത്ര മൃതദേഹങ്ങൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കില്ല. എങ്കിൽ പോലും 10-ലധികം മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഈ മേഖലകളിൽ തിരച്ചിൽ സജീവമുണ്ടാവും. പ്രത്യേകിച്ച് ബേപ്പൂരുണ്ട്, അതുപോലെ ഇരവഴിഞ്ഞിപ്പുഴ മേഖലകളിലൊക്കെ തിരച്ചിലുണ്ട്. മമ്പാട് മേഖലയിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തി, ആ മേഖലയിൽ തിരച്ചിലുണ്ട്. ചാലിയാറിന്റെ തന്നെ പോത്തുകൽ, അതുപോലെ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കുറച്ച് കൂടുതലായി തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചും കൂടി ഊർജിതമായാണ് തെരച്ചിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് കുറച്ചുകൂടി നേവിയുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനകളിലുള്ളവരുണ്ട്. അങ്ങനെ കൂടുതൽ പേർ, കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ പേർ, കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി മഴ പെയ്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടപടികൾ കുറച്ച് സമയമെങ്കിലും തടസ്സപ്പെടുകയുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് സംഘം ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായി, പ്രത്യേകിച്ച് ഇന്ന് 5 കിലോമീറ്റർ ഇടവിട്ട് സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള ഒരു തെരച്ചിൽ നടപടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വ്യാപകമായി തെരച്ചിലുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കൃത്യമായി 5 കിലോമീറ്റർ ഇടവിട്ട് സംഘം തിരയുന്ന ഒരു മാർഗമായി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചും കൂടി ഊർജിതമാണ് തെരച്ചിലെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് മുതൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് നമുക്കറിയാം. ആ ഭാഗങ്ങൾ ഇനി വയനാട്ടിലോട്ട് കയറ്റി അയക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞത്. കാരണം പല മൃതദേഹങ്ങളും ജീർണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ പലതും കൈ മാത്രമായി അല്ലെങ്കിൽ കാല് മാത്രമായി ഇങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആന്തരിക അവയവം മാത്രമായാണ് ലഭിക്കുന്നത്. നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ദയനീയമായ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ലഭിക്കുന്ന മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഒപ്പം തന്നെ ഈ ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങൾ പോലും ഏറ്റുവാങ്ങാൻ ബന്ധുക്കളില്ലാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, വയനാട്ടിൽ എത്രയോ പേരിപ്പോ നിലമ്പൂരിൽ എത്തുന്ന മൃതദേഹങ്ങൾക്ക് പുറമെ വയനാട്ടിൽ എത്രയോ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന മൃതദേഹങ്ങൾ അത് ബന്ധുക്കൾ ഏറ്റെടുക്കാൻ ബന്ധുക്കളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളത് അവരുടെ ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഐഡന്റിഫൈ ചെയ്തത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ബന്ധുക്കളുള്ളതൊക്കെ തിരിച്ച് വയനാട്ടിലോട്ട് കയറ്റി അയക്കും. അത് ബാക്കി നടപടികൾ അവിടെ ആയിരിക്കും. എന്തായാലും ഇവിടെ സംസ്കരിക്കുന്ന മൃതദേഹങ്ങളാണെങ്കിൽ പോലും ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് DNA ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ സംസ്കരിക്കുകയുള്ളൂ എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചാലിയാർ പുഴയുടെ എല്ലാ മേഖലകളിലും ഊർജിതമായ തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചത്. ഇപ്പോൾ പല മേഖലകളിലും തെരച്ചിൽ നടത്തിയത്
എങ്കിൽ പോലും അത് കേട്ടു നിൽക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യജീവനുകൾ അവർ ആര് എന്ന് പോലും തിരിച്ചറിയാനാകാതെ സംസ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. എത്രയോ കിലോമീറ്റർ ദൂരമാണ് ഇതിന്റെ ഈ വലിയ മഹാദുരന്തത്തിന്റെ ആഘാതം ഈ ജീവനുകളെ എത്തിച്ചിരിക്കുന്നത്, മനുഷ്യരെ എത്തിച്ചിരിക്കുന്നത്. അവർ മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമായി മാറുന്നു, തിരിച്ചറിയാൻ പോലും കഴിയാതെ സംസ്കരിക്കേണ്ടുന്ന സാഹചര്യം എത്തുന്നു. അത് എന്തുകൊണ്ടാണ് എന്നതൊക്കെ അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധുക്കൾക്ക് പോലും അത് നമ്മൾ ഈ ദുരന്തത്തിന്റെ 2ാം ദിവസം മുതൽ കാണുന്നതാണ്. ബന്ധുക്കൾക്ക് പോലും ചില മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. ഇപ്പോൾ മൃതദേഹം എന്ന് പറയാൻ പോലും പറ്റുന്നില്ല, അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അത് ആ സാഹചര്യത്തിൽ ഇനി വയനാട്ടിലേക്ക് മൃതദേഹങ്ങൾ അയക്കേണ്ടതില്ല, അവിടെ തന്നെ സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയായിരുന്നു. ഇപ്പോൾ ഷംന, നമ്മൾ നേരത്തെ CV അനുമോദിനോടൊക്കെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർ പറയുമ്പോൾ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന് കരുതി തെരച്ചിൽ നടക്കുന്ന ഇടങ്ങളിൽ അവ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ, ആ പ്രദേശത്തെ കുറച്ചെങ്കിലുമൊക്കെ അറിയുന്നവർ, ഈ ദുരന്തമുഖത്ത് ഈ ജലം ഒഴുകിയതിന്റെ ഒക്കെ സാഹചര്യങ്ങളും സാധ്യതകളും നോക്കിക്കണ്ടവരൊക്കെ പറയുന്നത് ചാലിയാറിന്റെ വനത്തിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ വേണമെന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിവാസികളുടെ ഒക്കെ വനത്തിൽ താമസിക്കുന്നവരുടെ ഒക്കെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടം വനമേഖല കൂടുതൽ കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിൽ വേണമെന്ന ആവശ്യമുയരുമ്പോൾ അതിന് അധികൃതർ തയ്യാറാകുമോ? അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു തെരച്ചിലിന് സാധ്യത എത്രമാത്രമാണ്? അതിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു തെരച്ചിൽ തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും രേണുക, ഇന്നു മുതൽ തന്നെ അതിനുള്ള നടപടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ വനമേഖലയിൽ, പ്രത്യേകിച്ച് മുണ്ടേരി ഫാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. ഈ മേഖലകളിൽ നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ചോപ്പർ വഴി ഉദ്യോഗസ്ഥർ അവിടെ ഇറങ്ങുകയും നേവിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ടീം അവിടെ ചോപ്പർ വഴി ഇറങ്ങുകയും അവിടെ കേന്ദ്രീകരിച്ച് മൃതദേഹം ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവിടെ എയർലിഫ്റ്റിംഗ് സാധ്യമാവാത്ത ചില ഒരു അവസരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് വരാൻ പെട്ടെന്ന് മഴ പെയ്യുകയോ, ശക്തമായി മഴ പെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പുഴയിൽ കുത്തൊഴുക്ക് കൂടുകയോ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഈ തിരച്ചിലിനായി പോയ സംഘം എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം വനമേഖല ആയതുകൊണ്ട് തന്നെ ഈ എയർലിഫ്റ്റിംഗ് സാധ്യമാവാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കഴിയുന്ന വിധത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ വനമേഖലയിൽ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് മുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് പുഴയിലടക്കം, അല്ലെങ്കിൽ പുഴയോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ. ഈ മൺകൂനകളിലും ഒപ്പം ഈ മരങ്ങൾ വലിയ രീതിയിൽ കടപുഴകി വന്നിട്ടുണ്ട്, മറ്റ് അവശിഷ്ടങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. ഇതിനിടയിലും ഒക്കെ ആയിരിക്കും ഇന്ന് മുതൽ കൂടുതലായി തെരച്ചിൽ നടക്കുന്നത്. കാരണം ഈ പലപ്പോഴും മരങ്ങൾ കടപുഴകി വന്നു കഴിഞ്ഞ് അതിന് ചില്ലകളുടെ ഇടയിലൊക്കെയാണ് പല മൃതദേഹങ്ങളും ഉള്ളത്, അല്ലെങ്കിൽ ഈ മൺകൂന രൂപപ്പെട്ടതിന്റെ അടിയിലൊക്കെയാണ് മൃതദേഹങ്ങളുള്ളത്. ഇന്ന് കടാവർ നായ ഉൾപ്പെടെ എത്തി ഈ തെരച്ചിലിന് കുറച്ചും കൂടി ഊർജിതമായ ഒരു ശ്രമം നടക്കുകയുണ്ടായി. ഇങ്ങനെ ഈ ഡോഗ് സ്മെല്ല് പിടിച്ച് പോവുകയും അങ്ങനെയുള്ള കുറച്ചും കൂടി ഊർജിതമായ പ്രവർത്തനങ്ങളായിരുന്നു ഇന്നും നമ്മൾ കണ്ടത്. അത് ഇനിയും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ സ്മെല്ല് വഴിയൊക്കെ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ ആവശ്യമായി വരും. ചാലിയാറിൽ നിന്ന് മാത്രം 172 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഈ മഹാദുരന്തത്തിൽ മരണസംഖ്യ കുതിച്ചുയരുന്നു ഓരോ ദിവസം പിന്നിടുമ്പോഴും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 331 മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. 200ഓളം പേരെ ഇപ്പോഴും കാണാനില്ല എന്ന സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നത് വലിയ ആശങ്കയായി തുടരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഊർജിതമായി തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിക്കുന്നു ദൗത്യസംഘത്തിൽ ഏർപ്പെട്ടവർ എന്ന വിവരവും അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവെക്കുന്നു. അവിടെ നിന്നുമുള്ള വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം.